AD 330 വിശുദ്ധ ബേസിൽ ജനിച്ചത്. വിശുദ്ധന്റെ കുടുംബത്തിലെ 4 മക്കളിൽ മൂത്തവനായിരുന്നു വിശുദ്ധ ബേസിൽ. അദ്ദേഹത്തിന്റെ 3 സഹോദരന്മാരും മെത്രാനായിരുന്നു. നിസായിലെ വിശുദ്ധ ഗ്രിഗരി അവരിൽ ഒരാളാണ്. യുവത്വം മുതൽ പ്രായമാവുന്നതുവരെ വിശുദ്ധ ബേസിലും നാസിയായിലെ വിശുദ്ധ ഗ്രിഗരിയും തമ്മിലുള്ള അഗാധമായ സുഹൃത്ത് ബന്ധമുണ്ടായിരുന്നു. ഒരു മെത്രാൻ എന്ന നിലയിൽ നാസ്തികവാദിക്കെതിരെ പോരാടി കത്തോലിക്ക വിശ്വാസത്തെ സംരക്ഷിച്ച ധീരയോദ്ധാവായിരുന്നു വിശുദ്ധ ബേസിൽ. വിശുദ്ധ ബേസിൽ ശക്തമായ സ്വഭാവ ഗുണങ്ങളോട് കൂടിയവനും ആ കാലഘട്ടത്തിൽ ജ്വലിക്കുന്ന ദീപവുമായിരുന്നു. വിശുദ്ധന്റെ ആധ്യാത്മിക ഉന്നതി കൂടുന്തോറും ശാരീരികമായി അദ്ദേഹത്തെ തളർത്തിയിരുന്നു. അദ്ദേഹത്തിന് 49 വയസ്സായപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ശരീരം ഒരു വയസ്സിന്റേതിന് സമാനമായിരുന്നു. സഭാപരമായ എല്ലാ പ്രവൃത്തികളും അദ്ദേഹം അപാരമായ കഴിവും അത്യുത്സാഹവും പ്രകടിപ്പിച്ചതുമായ മഹാനായ ഒരു ദൈവശാസ്ത്രജ്ഞൻ, ശക്തനായ സുവിശേഷകൻ, ദൈവിക ദാനമുള്ള എഴുത്തുകാരൻ എന്നീ നിരവധി പേരുകളിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. കാപ്പാഡോസിയയിൽ നിന്നും തിരുസഭയ്ക്ക് ലഭിച്ച 3 ദീപങ്ങളിൽ ഒരാളാണ് വിശുദ്ധ ഗ്രിഗരി. തന്റെ വിശുദ്ധ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിന് അദ്ദേഹം തന്റെ മാതാവും വിശുദ്ധയുമായ നോനയോട് കടപ്പെട്ടിരിക്കുന്നു. വളരെയേറെ പ്രസിദ്ധിയാർജിച്ച ഏതൻസിലെ അലക്സാണ്ട്രിയയിലുള്ള സീസേറിയ എന്ന വിദ്യാലയത്തിലാണ് വിശുദ്ധൻ തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഏതൻസിൽ വച്ചാണ് വിശുദ്ധൻ വിശുദ്ധ ബേസിലുമായി തന്റെ കേൾവികെട്ട സുഹൃത്ത് ബന്ധം തുടങ്ങിയത്. AD 351 തന്റെ സുഹൃത്തിന്റെ ശവസംസ്കാര പ്രസംഗം നടത്തുന്നതിന് വരെ ആ സുഹൃത്ത് ബന്ധം വളരെയേറെ ഊഷ്മളതയോടെ നിലനിന്നിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവനും ഏകാന്ത ജീവിതത്തിനും ഊർജിതമായ സുവിശേഷ പ്രവർത്തനങ്ങളുമാണ് ചെലവഴിച്ചുകൊണ്ടിരുന്നത്. ഏകാന്ത ജീവിതം ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്ന വിശുദ്ധ ഗ്രിഗരി പക്ഷേ വിവിധ സാഹചര്യങ്ങളിലും സമ്മർദ്ദത്തിനും വിശുദ്ധനെ സുവിശേഷ വേലകളിലും സഭാസംബന്ധമായ പ്രവർത്തനത്തിലും തുടരെ ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ക്രിസ്തീയ പൂർവികതയുടെ ശക്തനായ പ്രാസംഗികനായിരുന്ന വിശുദ്ധൻ എന്നുകൂടി വിശുദ്ധ ഗ്രിഗരിയെ വിശേഷിപ്പിക്കാം.